അമേരിക്കയിൽ പൊളിറ്റിക്കൽ അസൈലം അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം നേടാൻ ശ്രമിക്കുന്നവർക്കും അസൈലം അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർക്കും കടുത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് US ഭരണകൂടം. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വംശജനായ ഇമിഗ്രേഷൻ അഭിഭാഷകൻ സുരാജ് രാജ് സിംഗിനെതിരെ ഏകദേശം 4 കോടിയിലധികം ഇന്ത്യൻ രൂപ പിഴ ചുമത്താൻ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. 54ഓളം അഭയാർത്ഥി കേസുകളിലായി 118ഓളം വ്യാജരേഖകൾ ഫോർജ് ചെയ്ത് അപേക്ഷ സമർപ്പിച്ചു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ വ്യാജ ഇമിഗ്രേഷൻ രേഖകൾക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുന്ന സമയമാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. ഇന്നത്തെ ഗ്ലോബൽ സമയം വീഡിയോയിലൂടെ ഈ കേസിന്റെ വിശദാംശങ്ങളും US അസൈലം സിസ്റ്റത്തിന്റെ പുതിയ മാറ്റങ്ങളും ഇത് മലയാളികൾ അടക്കമുള്ള അപേക്ഷകരെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായും കാണുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് സുരാജ് രാജ് സിംഗ് പ്രാഥമികമായി അമേരിക്കയിലെ ഇന്ത്യൻ പൗരന്മാരുടെ അസൈലം കേസുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്. വിവിധ ആളുകൾക്കായി സമർപ്പിച്ച അഭയാർത്ഥി അപേക്ഷകളിൽ പീഡനം അനുഭവപ്പെട്ടു എന്ന് കാണിക്കാൻ ഉപയോഗിച്ച കാരണങ്ങളും വാചകങ്ങളും ഒന്ന് തന്നെയായിരുന്നു എന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഒരേ കഥകളും തെളിവുകളും വ്യത്യസ്ത വ്യക്തികളുടെ പേരിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് 118 വ്യാജ പ്രസ്താവനകൾ കോടതിയിൽ സമർപ്പിച്ചു. ഇമിഗ്രേഷൻ രേഖ തട്ടിപ്പ് നിയമം അനുസരിച്ച് നൽകാവുന്ന പരമാവധി പിഴ തുക നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അമേരിക്കയിൽ ഇത്തരത്തിൽ വ്യാജ അസൈലം രേഖകൾ ചമച്ചതിന് ഒരു അഭിഭാഷകനെതിരെ വിസ എൻഫോഴ്സ്മെന്റ് തിരിയുന്നത് ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ മാസങ്ങളിൽ കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മറ്റൊരു ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ വിനോദ് ദണ്ഡമണിക്കും സമാന രീതിയിൽ 32 കേസുകളെ 64 വ്യാജരേഖകൾ നൽകിയതിന് ഏകദേശം 2.4 കോടി രൂപ പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. ട്രംപ് ഭരണകൂടത്തിൽ ജനറൽ കൗൺസിൽ ജെയിംസ് പെഴ്സിവൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് വ്യാജ അഭയാർത്ഥി അപേക്ഷകൾ അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ്. ഇമിഗ്രേഷൻ വക്കീൽമാർ ഇത്തരം വ്യാജ കഥകൾ നിർമ്മിച്ചു നൽകുന്നത് ഇനി അനുവദിക്കില്ല. അവരിൽ നിന്നും വൻ പിഴ ഈടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടിൽ രാഷ്ട്രീയമോ സാമൂഹികമായ പീഡനം നേരിടുന്നു എന്ന് കാണിച്ച് US-ൽ തങ്ങാൻ അപേക്ഷിക്കുന്ന രീതിയാണ് അസൈലം പ്രോസസ്. എന്നാൽ ഈ കേസ് സാധാരണ അപേക്ഷകരിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യൻ വംശജരായ അഭിഭാഷകരും കൺസൾട്ടന്റുമാരും തയ്യാറാക്കി നൽകുന്ന അപേക്ഷകളെ വിസ ഓഫീസർമാരും ഇമിഗ്രേഷൻ ജഡ്ജിമാരും ഇനി മുതൽ കടുത്ത സംശയത്തോടെ മാത്രമേ കാണൂ. നാട്ടിൽ നിന്ന് കുടിയേറുന്ന ആളുകളിൽ നിന്ന് വൻ തുക വാങ്ങി സ്റ്റാൻഡേർഡ് കഥകൾ ഉണ്ടാക്കി നൽകുന്ന ഏജന്റുമാർക്കെതിരെ ഇമിഗ്രേഷൻ വിഭാഗം ഇൻവെസ്റ്റിഗേഷനും ശക്തമാക്കിയിട്ടുണ്ട്. അഭയാർത്ഥി തട്ടിപ്പുകൾ വർദ്ധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജീവന് ഭീഷണിയുള്ള അപേക്ഷകരുടെ കേസുകൾ പോലും വെരിഫിക്കേഷനും വിചാരണയ്ക്കുമായി മാസങ്ങളോളം വൈകും. അമേരിക്കയിൽ ലീഗൽ സ്റ്റാറ്റസിന് ശ്രമിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഏതൊരു വ്യക്തിയും ചില സുപ്രധാന കാര്യങ്ങൾ ഓർത്തുവെക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ അസൈലം അല്ലെങ്കിൽ വിസ പേപ്പറുകളിൽ നൽകുന്ന സ്റ്റോറികളും വിവരങ്ങളും സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്തണം. മറ്റു കേസുകളുടെ പേപ്പറുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നൽകുന്ന വക്കീൽമാരെയോ ഏജൻസികളെയോ നിങ്ങൾ ആശ്രയിക്കരുത്. വക്കീൽ പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ വിസ റദ്ദാക്കുകയും നാടുകടത്തപ്പെടുകയും ചെയ്യും. ഏതെങ്കിലും പത്രവാർത്തകളോ റെക്കോർഡുകളോ വ്യാജമായി ഉണ്ടാക്കി സമർപ്പിച്ചാൽ അത് സിവിൽ പിഴയ്ക്ക് പുറമെ ക്രിമിനൽ കുറ്റമായി മാറും. ചുരുക്കത്തിൽ അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന വ്യാജരേഖ ചമക്കലുകൾക്കെതിരെ ട്രംപ് ഭരണകൂടം പിടിമുറുക്കുകയാണ്. അനാവശ്യ വാഗ്ദാനങ്ങളിൽ വീഴാതെ നിയമപരമായ വഴിയിലൂടെ മാത്രം മുന്നോട്ടു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക.